SSLC കുട്ടികൾക്ക് നാളെ സോഷ്യൽ സയൻസ് എക്സാം. ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും സോഷ്യൽ സയൻസ് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. നിങ്ങൾ പഠിച്ചതിൽ നിന്ന് മാത്രം എക്സാം ചോദിക്കട്ടെ. നിങ്ങൾ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാവട്ടെ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതിനനുസരിച്ചുള്ള ഒരു മാർക്ക് നാളത്തെ സോഷ്യൽ സയൻസ് കിട്ടട്ടെ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാർക്ക് കിട്ടും. നിങ്ങൾ എത്രയാണോ പഠിച്ചത് ആ എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾ തേടി എന്തായാലും വരും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ടോപ്പിക്കിൽ നിന്നും ഏത് തരത്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ടോപ്പിക്കുകളാണ് സോഷ്യൽ സയൻസ് ഇമ്പോർട്ടൻറ്റ്, കോൺസെപ്റ്റാണ് സോഷ്യൽ സയൻസ് ഇമ്പോർട്ടൻറ്റ്. സാവന്ന ക്ലൈമറ്റ് റീജിയൻ നിന്ന് ഏത് രീതി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖലയിൽ നിന്ന് ഏത് രീതി വേണമെങ്കിൽ ചോദിക്കാം. ഒരു കുട്ടി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖല പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ ചോദ്യം ചോദിച്ചാൽ ആ കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി സാവന്ന ക്ലൈമറ്റ് റീജിയൻ അഥവാ സാവന്ന കാലാവസ്ഥ മേഖല പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ടോപ്പിക്കിന് എങ്ങനെ ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് സോഷ്യൽ സയൻസിലെ ഓരോ ടോപ്പിക് ക്ലിയർ ആക്കാമെന്നാണ്. നിങ്ങൾ പലരും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ 2 ദിവസം മാത്രമായിരിക്കും സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവുക. അടുത്ത ക്രിസ്മസ് എക്സാമിന് ഈ ഒരു അബദ്ധം ഒരിക്കലും ചെയ്യരുത്. ഇനിയുള്ള ദിവസങ്ങൾ ഓണം എക്സാമിന് ശേഷം അടുത്ത മെഗാ എക്സാം ആയുള്ള ക്രിസ്മസ് എക്സാമിനിടയിലുള്ള ഗ്യാപ്പിൽ കുറച്ചും കൂടി അധികം എഫേർട്ട് ഇട്ട് പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടഫാവും. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഈസി ആവും. പഠിക്കാത്തൊരു കുട്ടിക്കും എക്സാം ഒരിക്കലും ഈസി ആകാൻ പോകുന്നില്ല. പഠിച്ച കുട്ടിക്ക് എക്സാം ഒരിക്കലും ടഫാകാൻ പോകുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പഠിച്ചവരാണോ പഠിക്കാത്തവരാണോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ഈസി ആയിരിക്കും, പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാം നിങ്ങൾക്ക് ടഫായി. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയാണ്. എന്തായാലും എല്ലാവർക്കും നാളെ സോഷ്യൽ സയൻസ് എക്സാം ഈസി ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് പഠിക്കാനും പറ്റട്ടെ. പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയും വരട്ടെ. ഓൾ ദ ബെസ്റ്റ്.